ബിഗ് ബോസ് സീസൺ 6 ഡേ 44 ലൈവിലേക്ക് വരുമ്പോൾ ഞാനിപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരുന്നത് കോർട്ടാണ്. പവർ ടീം ഒരു കോർട്ട് പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്തായിരുന്നല്ലോ. കണ്ടസ്റ്റൻസ് തമ്മിലുള്ള പ്രശ്നങ്ങൾ കോർട്ട് കൂടി പരിഗണിക്കുന്ന ഒരു പരിപാടി. അപ്പോൾ പല ആളുകൾക്കും അഭിപ്രായം പറയാം, ഇടയ്ക്ക് കയറി സംസാരിക്കുന്ന പരിപാടിയില്ല, അലമ്പ് പരിപാടികൾ ഒഴിവാക്കാനായിട്ടുള്ള ഒരു പരിഷ്കാരമാണ്. ഈ കോർട്ട് പരിപാടി ഒരു എക്സാക്ട് കോർട്ട് പോലെയല്ല നടക്കുന്നത്. നമ്മുടെ പണ്ടത്തെ നാട്ടുകൂട്ടം ഉണ്ടല്ലോ, അതുകൂട്ടൊരു പരിപാടിയാണ്. നടുക്ക് ഒരു മധ്യസ്ഥനുണ്ടാവും. അപ്പോൾ രണ്ട് സൈഡിലായിട്ട് വാദിയെയും പ്രതി എന്നാരോപിക്കുന്ന ആളെ ഇരുത്തും. അപ്പോൾ രണ്ടാളുകൾക്കും സംസാരിക്കാം, അവർക്ക് വേണ്ടി മറ്റുള്ള ആളുകൾക്ക് വാദിക്കാം, അവർക്ക് സാക്ഷികളെ നിരത്താം, അങ്ങനെയുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്ന് കോർട്ട് എടുത്ത ഒരു കേസ്, ജിൻഡോ കഴിഞ്ഞ ദിവസം റസ്മിനെ കുറിച്ചിട്ട് സ്ഥിരമായിട്ട് ആളുകളെ കുറിച്ചിട്ട് പറയുന്നത് പോലുള്ള ഒരു അപവാദം പറഞ്ഞ് പരത്താനായിട്ട് ശ്രമിച്ചു. എന്നാൽ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞൊന്നുമില്ല. റസ്മിൻ പനി പിടിച്ച് 2 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. അത് കഴിഞ്ഞ് ഹൗസിലേക്ക് വന്ന സമയത്ത് അത്യാവശ്യം നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഭക്ഷണവും വെള്ളവും ഒന്നും അത്രയധികം ശ്രദ്ധിച്ച് കഴിക്കാത്തതിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ വന്നപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ക്ഷീണത്തിൻ്റെ പുറത്ത് കുറച്ച് ദിവസങ്ങൾ ഗെയിമിൽ ആക്റ്റീവ് അല്ലായിരുന്നു. അപ്പോൾ ഗെയിമിൽ ആക്റ്റീവ് അല്ലാത്തതിൻ്റെ കാരണമായിട്ട് ജിൻഡോ പറയാനായിട്ട് ശ്രമിക്കുന്നത് പുറത്ത് നിന്ന് നെഗറ്റീവാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഗെയിമിൽ ആക്റ്റീവ് അല്ലാത്തത്. അതേപോലെ ഗെയിം ഒന്നും മാറ്റിപ്പിടിച്ചിരിക്കുന്നു. അതിനുശേഷം ജിൻഡോയോട് തീരെ സംസാരിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള ടോക്കൊക്കെ വന്നിരുന്നു. ഈ ഒരു ടോക്ക് അർജുനുമായിട്ടാണ് നടത്തിയത്. ഇത് അർജുൻ റസ്മിനോട് പറയുകയുണ്ടായി. റസ്മിൻ ആ ഒരു കാര്യമാണ് ഇന്ന് കോർട്ടിലേക്ക് കൊണ്ടുവന്നത്. അതിലേക്ക് നയിച്ച ഒരു കാരണം ഉണ്ടായിരുന്നു, മോർണിംഗ് ആക്ടിവിറ്റി. വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു. ചില ആളുകളൊക്കെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു. കണ്ടസ്റ്റൻസിൽ ഒരാളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കള്ളങ്ങൾ പറയാം. ഇപ്പോൾ ഒരാൾ നല്ലവനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയാൾ വളരെ മോശമാണെന്ന് പറയാം. അങ്ങനെയുള്ള കള്ളം പറയണം. അപ്പോൾ അങ്ങനെ ഒരു കള്ളം പറയുന്നതിനിടയിൽ ഈ റസ്മിനെ ഉൾപ്പെടുത്തി, ശ്രീധുവിനെയും അർജുനെയും ഉൾപ്പെടുത്തി, ഗബ്രിയെയും ജാസ്മിനെയും ഉൾപ്പെടുത്തി ജിൻഡോ ഒരു കള്ളം പറഞ്ഞു. ബാത്റൂമിൽ റസ്മിന് ഒരു ലെറ്റർ വെച്ചു. ആ ഒരു ലെറ്ററിൽ ശ്രീധു അർജുൻ കോംബോ സൂപ്പറാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ജാസ്മിൻ ഗബ്രി എന്നിവർ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു വലിയ കള്ളമാണ്. അപ്പോൾ അതിലേക്ക് ശ്രീധുവിനെ പിടിച്ചിട്ടതും ആ ഒരു കോംബോ കാര്യങ്ങൾ എടുത്തു പറഞ്ഞതും ഒന്നും ശ്രീധുവിനൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതേപോലെ തന്നെ റസ്മിന് ആ ഒരു കാര്യത്തിനകത്തേക്ക് റസ്മിനെ പിടിച്ചിട്ടതും അങ്ങനെ ഒരു വലിയ കള്ളം വീണ്ടും മെനഞ്ഞതും തീരെ പിടിച്ചില്ല. അപ്പോൾ റസ്മിൻ മറ്റേ കേസ് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ റസ്മിന് കോർട്ടിലേക്ക് എടുത്തിരുന്ന ആ ഒരു കേസ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ്. ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെ, ജിൻഡോയെ പോലുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെ പറയുകയാണ്, പുറത്ത് പോയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നു ഹോസ്പിറ്റലിൽ പോയ സമയത്ത്. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ആ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ജിൻഡോ അങ്ങനെ സംശയിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓഡിയൻസിൽ പല ആളുകളും സംശയിക്കാനായിട്ട് സാധ്യതയുണ്ട്. കണ്ടസ്റ്റൻ്റ് തന്നെ അകത്ത് എന്ന് പറയുകയാണ് അങ്ങനെ പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നു. അപ്പം ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ്. ബിഗ് ബോസിൻ്റെ വിശ്വാസ്യതയെ ജിൻഡോ ചോദ്യം ചെയ്തു എന്നുള്ള തരത്തിലാണ് റസ്മിൻ ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അർജുൻ ശക്തമായിട്ട് തന്നെ അതിന് വേണ്ടി വാദിക്കുന്നുണ്ട്. അപ്പോൾ അപ്സരയെ പോലുള്ള ആളുകൾ ജിൻഡോ ഇത്തരത്തിൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. നോറ അദ്ദേഹത്തിൻ്റെ പഴയ ചില എക്സ്പീരിയൻസുകൾ ഇവിടെ എടുത്തിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ പഴയ ചില എക്സ്പീരിയൻസുകൾ എടുത്തിടാൻ ശ്രമിച്ച സമയത്ത് ഞാനത് സ്കിപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. പക്ഷേ ഞാനത് കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് കുറേയധികം കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റി. ജിൻഡോ ഒരു PR പ്ലാനോടെ അകത്തേക്ക് വന്നൊരു വ്യക്തിയാണ്. അത് നിസ്സംശയം പറയാൻ പറ്റും. ഈ PR പ്ലാൻ എന്ന് പറയുമ്പോഴത്തേന് നിങ്ങൾ എത്ര പേര് എങ്ങനെയാണ് വിചാരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അകത്ത് പോവും, എൻ്റെ എല്ലാ ക്ലിപ്പുകളും എടുത്ത് നിങ്ങൾ മാസമായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളതാണോ PR പ്ലാൻ? അല്ല, വേറൊരു PR പ്ലാൻ ഉണ്ട്. ആരൊക്കെയാണ് അതർ കണ്ടസ്റ്റൻസ്, അവരുടെ ചില കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പുറത്തേക്ക് കറക്റ്റായിട്ട് എടുത്തിടണം. സീസൺ 6 നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട അതാണ്. അത് തെളിവ് സഹിതം നമുക്ക് മനസ്സിലായ ഒരു സംഗതിയാണ്. അപ്പോൾ അഭിഷേക് ശ്രീകുമാർ അകത്തേക്ക് പോയിട്ട് മറ്റേ ജയദീപിനെതിരെ ആ ഒരു സാധനം ഓൺ ടൈമിൽ പൊക്കിയപ്പോൾ തൊട്ട്, അതുവരെ പൊങ്ങാതിരുന്ന ആ ഒരു സാധനം ഓൺ ടൈമിൽ പൊക്കിയപ്പോൾ തൊട്ട് നമ്മൾ ഈ ഒരു PR പ്ലാനിനെ കുറിച്ചിട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കിയതാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ കളിച്ചത് ഈ ശ്രീകുമാറൊന്നുമല്ല, ജിൻഡോയാണ്. കാരണം ജിൻഡോ ഹൗസിലേക്ക് വന്ന് കുറേ ദിവസങ്ങളായിട്ട് നോക്കി നിൽക്കുകയായിരുന്നു നോറയുടെയും അതേപോലെ തന്നെ ജാസ്മിൻ്റെയും ഗബ്രി, റസ്മിൻ എന്നിവരുടെയും ആ ഒരു ഗെയിം പ്ലാനിനെ കുറിച്ചിട്ട്. ഇപ്പം നോറ തന്നോട് സംസാരിച്ചിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു ടൈമിൽ മറ്റേ ബർത്ത്ഡേ ഫോട്ടോ പൊങ്ങി. അപ്പോൾ ഈ ഫോട്ടോ പൊങ്ങും എന്നുള്ളത് നമ്മുടെ നോറയ്ക്കും അറിയാം. അപ്പോൾ ആ ഒരു ഫോട്ടോ കറക്റ്റ് തപ്പി പിടിച്ച് അവിടെ പൊങ്ങുകയുണ്ടായി. അപ്പോൾ അതൊരു വലിയ ചർച്ചയായി. അതേപോലെ തന്നെ ശരണ്യ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ജിൻഡോയുടെ ജിമ്മിൽ ഒരു തവണ എങ്ങാണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ശരണ്യയും ഈ തരത്തിൽ ഒരു ആക്ടിവിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലേക്ക് ശരണ്യയുടെയും വീഡിയോ ക്ലിപ്പിങ്ങുകൾ ജിൻഡോ പേജുകളിൽ പൊങ്ങി. ഇതൊരു കറക്റ്റ് PR പ്ലാനിൻ്റെ ഭാഗമായിട്ട്, ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. എന്ന് പറഞ്ഞാൽ ബാക്കി കണ്ടസ്റ്റൻസിനെ തളർത്താൻ പറ്റുന്ന പല സാധനങ്ങളും ഇവർ ഉപയോഗിക്കും. ജിൻഡോയ്ക്കെതിരെയുള്ള സംഭവങ്ങളും വേറെ പല ആൾക്കാരും കുത്തിപ്പൊക്കി വന്നിരുന്നു. പക്ഷേ ജിൻഡോ ആണാണ്, പ്രിവിലേജ് ഉണ്ട്, അത് ആരും ഫോളോ അപ്പ് ചെയ്യില്ല. സ്ത്രീകൾക്കെതിരെ വരുന്നത് മാത്രമേ ഫോളോ അപ്പ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് പല കളികൾ നടക്കുന്നുണ്ട്. ഈ PR പ്ലാനിൻ്റെ ഭാഗമായിട്ട് നമ്മളെപ്പോഴും സംശയിക്കേണ്ട ഒരു സംഗതി തന്നെയാണ് ഒരു കണ്ടസ്റ്റന്റിന് എതിരെ വരുന്ന പല ആരോപണങ്ങൾ. അതും ബിഗ് ബോസിലേക്ക് വന്നതിന് ശേഷം വരുന്ന ആരോപണങ്ങൾ.
ഇപ്പം ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് ഇപ്പോൾ ഈ നോറയ്ക്കോ ജാസ്മിനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്കോ ഇത്രയധികം പ്രോബ്ലംസ് പുറത്തുണ്ട് എന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല. പക്ഷേ ഇവർ കറക്റ്റ് അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് കുറേയധികം വീഡിയോസ് വരികയാണ്, പല ആളുകൾ പുറത്തേക്ക് വരികയാണ്. ഇവരിൽ ചില ആളുകളുടെ കാമുകന്മാരുടെ ഒരു സംഘം തന്നെ വരികയുണ്ടായി. ഇവന്മാർക്കൊക്കെ പൈസ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. കാരണം അമ്മാതിരി വളരെ മോശമായിട്ടാണ് കണ്ടസ്റ്റൻസിൽ പല ആളുകളും ഗെയിം കളിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും വ്യക്തമായിട്ടുള്ള സംഗതിയുണ്ട്. അതിനകത്ത് നമുക്ക് ആരെയും മാറ്റി നിർത്താൻ പറ്റത്തില്ല. പല ആൾക്കാരും അത് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം ജാസ്മിൻ, അതേപോലെ തന്നെ റസ്മിൻ, നോറ, പിന്നെ ജിൻഡോ, അവർ പുറത്തുനിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഏകദേശം നമുക്ക് മനസ്സിലായ ഒരു സംഗതിയാണ്. പക്ഷേ പ്ലാൻ വർക്കൗട്ട് ആയിട്ടില്ല. ചിലപ്പോൾ ജിൻഡോ മാറി എന്ന് കാണും. ജിൻഡോ സത്യസന്ധനായതുകൊണ്ടാണോ? അല്ല, അവർക്കെതിരെയുള്ള കളികളാണ് ജിൻഡോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജിൻഡോ മാറി നിന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് ഉള്ള സംഗതിയാണ്. ഈ സീസൺ 6 വരുന്ന സമയത്ത് കുറേ സീസൺ കണ്ടതിൻ്റെ ഭാഗമായിട്ട് അതിബുദ്ധി കാണിച്ച കണ്ടസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ പൊളിക്കുന്ന പരിപാടിയാണ് ബിഗ് ബോസ് ചിലപ്പോൾ മനസാക്ഷി ഇല്ലാതെ കാണിക്കുന്നത്. അപ്പോൾ അവർക്കൊരു ഗെയിം ഉണ്ടല്ലോ, അതിനകത്തൊരു ലാഭം അവർ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. ഇതിനെക്കുറിച്ചിട്ട് ഇവിടെ പറഞ്ഞു നിർത്താം. മോർണിംഗ് ആക്ടിവിറ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കള്ളമാണ് പറയേണ്ടത്. ഒരു കണ്ടസ്റ്റൻറ്റിനെ കുറിച്ചിട്ട് കള്ളമാണ് പറയേണ്ടത്. ഋഷിയാണ് നോറയെ കുറിച്ചിട്ട് കുറച്ച് കള്ളങ്ങൾ പറയാൻ ആദ്യം വരുന്നത്. വളരെ ചുരുക്കി മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒട്ടും കരയത്തില്ല, നല്ലൊരു കുട്ടിയാണ്. അഭിഷേക് ശ്രീകുമാറാണ് പിന്നീട് വരുന്നത്. ഋഷിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. വളരെ മോശം ചെറുപ്പക്കാരനാണ്, കള്ളം മാത്രമേ പറയത്തുള്ളൂ, അവൻ്റെ ഹെയർ സ്റ്റൈലാണ് ഏറ്റവും മോശം, വളരെ മോശം ഹെയർ സ്റ്റൈലാണ്. ശ്രീരേഖ ജിൻഡോയെ കുറിച്ചിട്ട് പറയാൻ വരുന്നു. ജിൻഡോയായി മാത്രം കളിക്കുന്നു, ഒരിക്കലും മാസ്ക് ഉപയോഗിക്കാറില്ല, മണ്ടനാണ്, ലോക മണ്ടനാണ്, എല്ലാ ആക്ടുകളും മണ്ടത്തരങ്ങളാണ്, ഒന്നും ആലോചിച്ചല്ല ചെയ്യുന്നത്, മേക്കപ്പ് തീരെ ഇഷ്ടമില്ല, ഒറിജിനൽ സ്വഭാവം പുറത്ത് വരാറേ ഇല്ല, ഒരു പ്ലാനിങ്ങും ഇല്ല. ഗബ്രിയെ കുറിച്ചിട്ട് സായി പറയുന്നു. ഗബ്രി ഒരു വാട്ടർ തീം പാർക്കിൽ വന്നതുപോലെയാണ്, അദ്ദേഹത്തിന് തീരെ ഹോംലി ഫീൽ ഇല്ല, അദ്ദേഹത്തിന് ഈ ഡബിൾ റൈഡ് ഒന്നും പോകാനായിട്ട് തീരെ താല്പര്യമില്ല, സംസാരിക്കാൻ തീരെ ഇഷ്ടമേ ഇല്ല, എല്ലായിടത്തും മിണ്ടാതിരിക്കാനായിട്ടാണ് ഇഷ്ടപ്പെടുന്നത്, ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്, ഭക്ഷണത്തിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം പല കാര്യങ്ങളും ചെയ്യുന്നത്, അതേപോലെ എല്ലാ ആൾക്കാരോടും അതിയായ സ്നേഹം കാണിക്കുന്ന ഒരു വ്യക്തിയാണ്, ഗെയിം ഒന്നും കളിക്കാൻ താല്പര്യമില്ല, എല്ലാം വിട്ടുകൊടുക്കുന്ന സെൽഫിഷ് അല്ലാത്ത ഒരാളാണ്. പിന്നീട് ശരണി അപ്സരയെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്ന് തോന്നുന്നു. ഒരു എക്സ്പ്രഷനും ഫേസിൽ വരില്ല, അങ്ങനെ തന്നെയാണ്. അപ്സരയെ കുറിച്ചിട്ടാണ്. ഒരു എക്സ്പ്രഷനും ഫേസിൽ വരില്ല, എപ്പോഴും വായടച്ച് ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന ഒരാളാണ്, പണി ചെയ്യാനായിട്ട് വലിയ മടിയാണ്, സ്വയം പുകഴ്ത്തൽ തീരെ ഇഷ്ടമില്ല, ആരോട് സ്നേഹമില്ല, സത്യസന്ധതയില്ല, ഗെയിമിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ല. അതിനുശേഷം നന്ദന അൻസിബയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അൻസിബയുടെ ഫുഡ് വളരെ മോശമാണ്, ഫുൾ ടൈം കട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്, നന്നായിട്ട് സംസാരിക്കും, എല്ലാ കാര്യങ്ങളിലും ഇടപെടും, മേക്കപ്പ് തീരെ ഇഷ്ടമില്ല. ഗബ്രി അപ്സരയെ കുറിച്ചിട്ടാണ് പറയുന്നത്. എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ആളാണ് അപ്സര, വേസ്റ്റ് ക്യാപ്റ്റൻ ഇൻ ബിഗ് ബോസ് ഹിസ്റ്ററി എന്നുള്ളതാണ് അപ്സരയെ കുറിച്ചിട്ട് ഗബ്രി പറയുന്നത്. കാണുമ്പോൾ ചിരിച്ച് കാണിക്കും, എന്നാൽ മാറി നിന്നിട്ട് കുറ്റം പറയും, കാണാനൊന്നും ഒട്ടും കൊള്ളത്തില്ല, മുടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ മോശമാണ്, ഇത്ര മടിയുള്ള ഒരാളെ കണ്ടിട്ടില്ല, ഗെയിമിനോടൊന്നും ഒരു താല്പര്യമില്ല. അതിനുശേഷം അബി വന്നിട്ട് അൻസിബയെ കുറിച്ചിട്ട് പറയുകയാണ്. ഭയങ്കര സൗണ്ടാണ്, കലപില എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും, എല്ലായിടത്തും കയറി ഇടപെട്ട് അതൊക്കെ അലമ്പാക്കും, മോശം ഫുഡ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്, മേക്കപ്പ് തീരെ ഇടാറില്ല. സിബിൻ റസ്മിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. റസ്മിൻ ആരെയും തിരിഞ്ഞു നോക്കില്ല, ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ഒരാളാണ്, സ്വന്തം കാര്യം മാത്രം നോക്കി ഇങ്ങനെ നടന്ന് ഗ്യാങ്ങിലൊന്നും ചേരില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യത്തില്ല. അതിനുശേഷം നോറ അപ്സരയെ കുറിച്ചിട്ട് പറയുന്നു. അപ്സര ഒരു നന്മമരമാണ്, ദേഷ്യമൊന്നും വരില്ല, വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അൻസിബ റസ്മിനെ കുറിച്ചിട്ട് പറയുകയാണ്. റസ്മിൻ ഒട്ടും ക്യൂട്ടല്ല, ആരെയും സഹായിക്കില്ല, അധ്യാപികയ്ക്ക് വേണ്ട എല്ലാ ക്വാളിറ്റികളുമുണ്ട്, അതിൻ്റെ പ്രഥമ ഉദാഹരണമാണ് മേശയിൽ തട്ടുക, ചപ്പ് വലിച്ചെറിയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എല്ലാവരോടും ഫ്രണ്ട് ആവാൻ പറ്റാത്ത ഒരാളാണ് റസ്മിൻ ജിൻഡോയെ കുറിച്ചിട്ടാണ് പറയുന്നത്. വളരെ സ്നേഹമുള്ള, മനുഷ്യത്വമുള്ള, എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ ഇടപെടുന്ന, ഷോ കാണിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത, എല്ലാവരോടും ഒരേപോലെ നന്നായി പെരുമാറുന്ന ഒരാളാണ് ജിൻഡോ. വളരെ വ്യക്തമാണ്. ജിൻഡോ റസ്മിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. റസ്മിനെ ജിൻഡോയോടാണ് ഏറ്റവും സ്നേഹം, നല്ലൊരു ടീച്ചറാണ്, മാന്യമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഡീസൻ്റ് ആണ്, ബാത്റൂമിൽ ലെറ്റർ എഴുതി വെച്ചു, അർജുൻ ശ്രീതു ലവ് ട്രാക്ക് സൂപ്പറാണ് എന്നെഴുതി, ജാസ്മിൻ ഗബ്രി ട്രാക്ക് സീനാണ് എന്ന് പറഞ്ഞാൽ എന്തോ പ്രശ്നമുണ്ട് എന്നും എഴുതി വെച്ചു എന്ന് ജിൻഡോ അവിടെ ഒരു കള്ളം അടിച്ച് വിടുകയാണ്. അർജുൻ ശ്രീധുവിനെ കുറിച്ചിട്ട് പറയുന്നു. ഫ്ലുവൻറ്റ് മലയാളമാണ്, ഈഗോയാണ്, അതേപോലെ തന്നെ ഭയങ്കര കുത്തിത്തിരിപ്പുകാരിയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്സര അർജുനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് അർജുൻ, അതേപോലെ എന്നെയും തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് അർജുൻ. അതേപോലെ തന്നെ അർജുൻ ശ്രീധുവിൻ്റെ പിറകെ നടന്ന് കെഞ്ചി കഴിഞ്ഞപ്പോഴാണ് ഈ ബാത്റൂം ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു പദവി കിട്ടിയത്. അതേപോലെ അർജുൻ എന്നെയും റസ്മിനെയും ഒക്കെ ആക്രമിക്കുകയുണ്ടായി, ജിൻഡോ അതിലേക്ക് വന്ന് ഇടപെട്ട് ജിൻഡോയ്ക്കും കിട്ടി അടി. അത് വളരെ രസമുള്ളൊരു കള്ളമായിരുന്നു. ശ്രീധു ഗബ്രിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഭയങ്കര ഇന്നസെൻ്റ് ആണ്, കാമാണ്, പീസ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്, കോണ സംസാരമൊന്നുമില്ല. ശ്രീധു പറഞ്ഞാണ്
ഫുള്ള് മേക്കപ്പ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. പല കളറിലുള്ള ചെരുപ്പുകളൊക്കെ ഉപയോഗിക്കും. എല്ലാവരെയും പാമ്പർ ചെയ്യുന്ന ഒരാളാണ്. ഒരാളെ മാത്രം പാമ്പർ ചെയ്യുന്ന ഒരാളല്ല. അഹങ്കാരം തീരെയില്ല. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു മോർണിംഗ് ആക്ടിവിറ്റി ആയിരുന്നു. എന്തുകൊണ്ടോ വളരെ ലേറ്റായിട്ടാണ് മോർണിംഗ് ആക്ടിവിറ്റി ആരംഭിച്ചത്. അപ്പോൾ അതിനുശേഷം പിന്നീട് മറ്റേ കോർട്ടിൻ്റെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ബോറിംഗ് ആണ് ലൈവ്. പല ആളുകളും അഭിപ്രായപ്പെടുന്നുണ്ട്. എനിക്കും പേഴ്സണലി അങ്ങനെ തോന്നി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.